Hello guys, today we'll discuss about database management system different types of database management system. Okay, there exist so many types. So three types of database management system. First one, logical model, then hierarchical model, network model, relational model, object oriented model, object relational model, deductive or inference model, and ഒരുപാട് ടൈപ്പ് ഉണ്ട് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ. Today now we will discuss about what is hierarchical database model. ഒത്തിരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് മോഡൽസ് ഉണ്ട്. ഈ ഓരോ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ഡാറ്റാബേസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡാറ്റ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഡാറ്റാബേസ് മോഡലിൽ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ മോഡലിനും ഓരോ പേരിട്ടേക്കണം. സ്കീമ ഓർ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്, ഹൗ ഡാറ്റ ഇസ് ഓർഗനൈസ്ഡ്. ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇറ്റ് എംപ്ലോയ്സ് എ ട്രീ സ്ട്രക്ചർ ടു റെപ്രസെന്റ് എ റിലേഷൻഷിപ്പ് എമംഗ് ഡാറ്റ elements. It employs a tree structure to represent relationship among data elements. Tree structure means വളരെ simply consider a educational institution. ഒരു educational institution ആകുമ്പോൾ the chief, അതിന്റെ ഓണർ, ചെയർമാൻ or director, then head of the institution ആയിട്ട് പ്രിൻസിപ്പൽ, then different departments ഉണ്ടാവും ഓരോ കോളേജ് അനുസരിച്ച്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡ് ഉണ്ടാവും, HODs, head of the department. ദെൻ സ്റ്റാഫ് ഉണ്ടാവും ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഫാക്കൽറ്റീസ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റിലും. ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, അവരൊക്കെ പ്രിൻസിപ്പളിന്റെ അണ്ടറിൽ ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. ദെൻ സ്റ്റുഡൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റുഡൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇതാണ് ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. എവിടെയുണ്ട് അങ്ങനെ ഹൈറാർക്കി? ഒരു കമ്പനിയിൽ ഉണ്ടാവും, ഒരു ബാങ്കിൽ ഉണ്ടാവും, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും, ഒരു മാനുഫാക്ചറിങ് ഫേമിൽ ഉണ്ടാവും. ഏത് ഫേമിലായാലും ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ട്രീ എന്ന് പറഞ്ഞത്, ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡാറ്റാബേസ് മാനേജ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഡാറ്റയെ നമ്മളൊരു ട്രീ ആയിട്ട് ഇങ്ങനെ ഹൈറാർട്ടിക്കൽ ഓർഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഹൈറാർട്ടിക്കൽ ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് എംപ്ലോയ്സ് എ ട്രീ സ്ട്രക്ചർ ടു റെപ്രസെന്റ് റിലേഷൻഷിപ്പ് എമംഗ് ഡാറ്റ എലിമെന്റ്സ്. A simple figure is there. ഒരു ബിൽഡിംഗ്, റൂം 1, റൂം 2, മെഷീൻ 1, മെഷീൻ 2, മെഷീൻ 3, എക്സെട്ര 4, 5 എത്ര ഉള്ള ആവാം. ഒരു റിപ്പയർ 1, റിപ്പയർ 2, റിപ്പയർ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി. അങ്ങനെ ഒരു സ്ട്രക്ചർ യു ക്യാൻ സീ ഹിയർ. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ വേറെ എങ്ങും പോകണ്ട, നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെ പോകാം. അപ്പൊ ഇപ്പൊ ഒരു ഇൻഡസ്ട്രി ആവുമ്പോൾ അതിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും ടോപ്പ് ലെവലിൽ. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാനുഫാക്ചറിങ്ങിന്, സെയിൽസിന്, മാർക്കറ്റിങ്ങിന്, പർച്ചേസിങ്ങിന്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതിൽ ഓരോ വർക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഹൈറാർക്കി. അങ്ങനെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നു, അവരുടെ ആട്രിബ്യൂട്ട്സും നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് റിട്രീവ് ചെയ്യാം ഡാറ്റ. ഓക്കെ, ഫസ്റ്റ് മോഡൽ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഒരു ഏതാണ്ട് ഒരു ആദ്യത്തെ ബേസിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഹൈറാർട്ടിക്കൽ ഡാറ്റാബേസ് മോഡലിന്. ഇൻ ഡാറ്റാബേസ് മാനേജ് സിസ്റ്റത്തിൽ ഒരു പ്രിലിംസ് ഫസ്റ്റ് ടൈപ്പ് മോഡൽ എന്ന് പറയാം നമുക്ക് ഹൈറാർട്ടിക്കൽ ഡാറ്റാബേസ് മോഡൽ. ഒരു സിമ്പിൾ ഫിഗർ ആണ്. ഫിഗർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാൽ മതി. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഒരു സെൽഫ് ഫൈനാൻസിങ് ആണെങ്കിൽ, ഗവൺമെന്റിന്റെ കോളേജ് ആണെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ലോക്കൽ ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ പ്രിൻസിപ്പൾ ആയിരിക്കും അവിടെ ഓൾ ഇന്നോ. പിന്നെ അവിടെ ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണെങ്കിൽ അവിടെ ഒരു ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഓണർ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ആളെ ചെയർമാനെന്നോ ഡയറക്ടറെന്നോ വിളിക്കാം. ദെൻ പ്രിൻസിപ്പൾ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പ്രിൻസിപ്പൾ ഉണ്ടാവും. അവരാണ് അക്കാഡമിക് എല്ലാ കാര്യങ്ങളിലും ചാർജ് പ്രിൻസിപ്പളിനായിരിക്കും.
ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡ് ഉണ്ടാവും കോർഡിനേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാഫ് ഉണ്ടാവും. ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഉണ്ടാവും. അതായത് ക്വാളിഫിക്കേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റ്. ദെൻ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. ഇവരുടെ ഒക്കെ അതോറിറ്റി പ്രിൻസിപ്പൾ ആയിരിക്കും. ദെൻ സ്റ്റുഡൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ്. ആ സ്റ്റുഡൻസിനെ ആ ഫാക്കൽറ്റി മാനേജ് ചെയ്യുന്നു. ആ ഫാക്കൽറ്റീസിനെ HOD പ്രിൻസിപ്പൾ മാനേജ് ചെയ്യുന്നു ത്രൂ HOD. ഇങ്ങനെയാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ടാവും ഹയറാർക്കി. ഒരു പോലീസിലായാലും മിലിറ്ററിയിലായാലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഒരു ഹയറാർക്കി ഉണ്ടാവും. വില്ലേജിലാണെങ്കിൽ വില്ലേജ് ഓഫീസർ ഉണ്ടാവും, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും, പിന്നെ സ്റ്റാഫ് ഉണ്ടാവും, അക്കൗണ്ടന്റ് ഉണ്ടാവും, കുറെ ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്യാനായിട്ട് പഞ്ചായത്തിൽ ഓരോ വാർഡിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ജനാധിപത്യപരമായി സെലക്ട് ചെയ്യുന്ന വോട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ഏത് സെക്ടറിൽ എടുത്താലും ഇങ്ങനെ ഒരു ഹയറാർക്കി ഉണ്ടാവും. അങ്ങനെ അതുപോലെ ഡാറ്റാബേസ് മാനേജ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഹയറാർക്കി ബേസ് ചെയ്തിട്ട് ഡാറ്റനെ സ്ട്രക്ചറൈസ് ചെയ്യുന്ന ട്രീ ബേസ്, ഒരു ട്രീ സ്ട്രക്ചറിൽ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ഡാറ്റാബേസ് മാനേജ് സിസ്റ്റമാണ് ഹയറാർട്ടിക്കൽ ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് വൺ ഇസ് സിംപ്ലിസിറ്റി, സെക്കൻഡ് വൺ ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ ഇന്റഗ്രിറ്റി, ആൻഡ് ഫോർത്ത് വൺ എഫിഷ്യൻസി. സിംപ്ലിസിറ്റി ആണ്. ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ടെങ്കിലും ഈ ഹയറാർട്ടിക്കൽ ഡാറ്റാബേസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിരിക്കും, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹയറാർക്കി ബേസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് ഇതിനെ റൂട്ട് എന്ന് പറയുന്നു. ഏറ്റവും ബേസിന് ഇപ്പൊ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോൺ ആസ് ദ റൂട്ട്. ഇത് റൂം 1 എന്ന് പറയുന്നത് പാരന്റിനോടും മെഷീൻ 1 മെഷീൻ 2 എന്ന് പറഞ്ഞ ചൈൽഡിനോടാണ്. റൂം 2 എന്ന് പറയുന്നത് പാരന്റിനോടും അതിന്റെ ചൈൽഡിനോടാണ് മെഷീൻ 3 എന്ന് പറയുന്നത്. റൂട്ട് നോഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്. റൂട്ട് എന്ന് പറയുന്നത് അതിന്റെ ബേസിനാണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൂട്ട് നോഡ് ഉണ്ടാവും, പിന്നെ പാരന്റ് നോഡ് ഉണ്ടാവും, ആ പാരന്റ് നോഡിന് ചൈൽഡ് നോഡ് ഉണ്ടാവും. ഈച്ച് ചൈൽഡ് നോഡും ഒറ്റ പാരന്റ് നോഡ് ഉണ്ടാവുള്ളൂ. ഈച്ച് ചൈൽഡ് നോഡിനും ഒരൊറ്റ പാരന്റ് നോഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ സിംപ്ലിസിറ്റി ആൻഡ് ഡാറ്റ സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഹയറാർക്കിക്കൽ മോഡൽ വാസ് ദ ഫസ്റ്റ് ഡാറ്റാബേസ് മോഡൽ ദാറ്റ് ഓഫേർഡ് ദ ഡാറ്റ സെക്യൂരിറ്റി ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ DBMS എന്ന് പറയുന്നത്. അതായത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ആർക്കും കയറി ആക്സസ് ചെയ്യാനോ പെട്ടെന്ന് മോഡിഫിക്കേഷൻ വരുത്താനോ സാധിക്കില്ല. ആ ഹയറാർക്കി തന്നെ കീപ്പ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഡാറ്റ ഇന്റഗ്രിറ്റി. വാട്ട് ഈസ് ഇന്റഗ്രിറ്റി? Since the database model is based on the parent-child relationship, there is always a link between the parent segment and the child segment. Parent-child relation ഇതാണ്. അപ്പൊ ത്രൂ ദ പാരന്റ് മാത്രമേ നമുക്ക് ആ ചൈൽഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു സ്പെസിഫൈഡ് റിലേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഡാറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും. എഫിഷ്യൻസി വളരെ എഫിഷ്യന്റ് ആണ്. ഒത്തിരി ലാർജ് നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും കൃത്യമായിട്ട് അതിനെ സ്ട്രക്ചർ ചെയ്ത് ഒരു ട്രീ ബേസ് ചെയ്തുകൊണ്ട് പാരന്റ് ചൈൽഡ് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇറ്റ് പ്രൊവൈഡ് വെരി ഗുഡ് എഫിഷ്യൻസി. അങ്ങനെ ഈ ബേസ് മോഡലായിട്ടുള്ള നമ്മുടെ ഹയറാർക്കിക്കൽ മോഡലിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും നമുക്കതിനെ ഹയറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡലിന്റെ അഡ്വാൻറ്റേജിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദ സിംപ്ലിസിറ്റി. Then data security, it provides a very high security. Integrity, it provides a good very good efficient data integrity. Then also its efficiency വളരെ efficient ആണ്. അങ്ങനെ സിംപ്ലിസിറ്റി, സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി, എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിന് വേണ്ട അത്യാവശ്യം എല്ലാ ഗുണങ്ങളും എല്ലാ ക്വാളിറ്റീസും ഉള്ള മോഡലാണ് ഹയറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ. ഓക്കെ, then അടുത്തത് എന്തായാലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ if there is advantage then there will be some disadvantages also. നമുക്ക് എന്തായാലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്? ഇംപ്ലിമെന്റേഷൻ കോംപ്ലിസിറ്റി അടുത്ത പ്രോബ്ലം. ഇത് അത്യാവശ്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം കോംപ്ലക്സ് ആണ്. കാരണം കൃത്യമായിട്ട് ഹയറാർക്കി അറിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ ഡിസൈനേഴ്സിന് ഒരു നല്ല നോളേജ് വേണം ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി. എങ്ങനെയാണ് ഒരു പുതിയ ഇതിൽ എൻവയോൺമെന്റിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ തയ്യാറാക്കുമ്പോൾ ആ ഡിസൈനേഴ്സിന് കൃത്യമായിട്ട് നോളേജ് വേണം. ആരാണ് കൃത്യമായിട്ട് ഹയറാർക്കി, ആരാണ് ടോപ്പ്, ആരൊക്കെയാണ് ബോട്ടം ലെവലിൽ വരുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വരുന്നു കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യണം.
Okay, second one, database management problems. Okay, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും want to make any change in the database, then we have to make necessary database in all the departments. Okay, if we need a database change in database, then we should make the necessary changes in all the application programs that access the database. അതാണ് അടുത്തൊരു പ്രോബ്ലം. ഒരു ചേഞ്ചസ് എവിടെയെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു പാരന്റ് നോഡിൽ വരുത്തണമെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ചൈൽഡ് നോഡിൽ വരുത്തില്ല, അതിനോട് ബന്ധപ്പെട്ട പാരന്റ് നോഡിലും റൂട്ട് നോഡിലും എല്ലാ ആപ്ലിക്കേഷൻസിലും ആ ചേഞ്ചസ് അപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ അതൊരു ഒരു കണക്ഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇന്റഗ്രിറ്റി പ്രോബ്ലം വരും, ശ്രദ്ധിക്കേണ്ടി വരും. Okay, then third one, lack of structural independence. Hierarchical database system use physical storage paths to navigate to the different data segments. So the application programmer should have a good knowledge of the retrieval access paths to access the data. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു പാത്ത് ഉണ്ടാവും. ഒരു ഇപ്പോൾ റിപ്പയർ 1 എന്ന് പറയുന്നത് എവിടെ, റൂം ബിൽഡിങ്ങിൽ റൂം 1 മെഷീൻ 1 റിപ്പയർ 1 എന്ന് പറഞ്ഞു. ഈ ഒരു പാത്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടി വരും. എവിടെ റിപ്പയർ 1 എന്ന് പറഞ്ഞാൽ മെഷീൻ 1 മെഷീൻ 1 എവിടെ, റൂം 1 റൂം 1 എവിടെ, ബിൽഡിങ്ങിലാണ്. റൈറ്റ്, ആ പാത്ത് ഏത്, അത് ചെറിയ കാര്യത്തിൽ ചെറിയ ഡാറ്റാബേസിലല്ല, ഒരു ഹൈ എൻഡ് ഡാറ്റാബേസ് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ചെറുതല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഹൈ എൻഡ് ഡാറ്റാബേസ് ഒക്കെ ആകുമ്പോൾ ലാർജ് സ്കെയിലൊക്കെ ചെയ്യുമ്പോൾ വലിയ 10,000 എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു ഡാറ്റാബേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ കൃത്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ബോസ് അല്ലെങ്കിൽ അതിന്റെ ഹൈറാർക്കി, അതിന്റെ പാത്ത്, കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവും. ഓക്കെ, അങ്ങനെ എന്തൊക്കെയായാലും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും there exists also mainly 3 disadvantages for hierarchical database model. First one, implementation complexity. Second one, database management problems. Third one, lack of structural independence. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ അത്യാവശ്യം ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ട അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ. അഡ്വാൻറ്റേജസും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും വളരെ അത്യാവശ്യം ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണ് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ട്രീ സ്ട്രക്ചറാണ് കീപ്പ് ചെയ്യുന്നത്. സിംപ്ലിസിറ്റിയും സെക്യൂരിറ്റിയും ഇന്റഗ്രിറ്റിയും എഫിഷ്യൻസി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ. മെയിൻലി ഇറ്റ് എംപ്ലോയ്സ് എ ട്രീ സ്ട്രക്ചർ ടു റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഡാറ്റ എലിമെന്റ്സ്. ഒരു ട്രീ സ്ട്രക്ചറാണ് മെയിൻലി യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പ്രിൻസിപ്പൽ, ദെൻ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലെ ചെയർമാൻ, owner of the institution, then principal, then head of the departments, then teaching faculties, then non-teaching staff, okay, then students. അങ്ങനെ ഒരു ട്രീ, കൃത്യമായിട്ട് ട്രീ കീപ്പ് ചെയ്യുന്നു റൂട്ട്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ. ഓക്കെ, BCA ഡിപ്പാർട്ട്മെന്റിൽ BCA ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്, BCA HOD, then പ്രിൻസിപ്പൽ. കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ, then കോമേഴ്സിന്റെ HOD, പ്രിൻസിപ്പൽ. കോമേഴ്സിലെ സ്റ്റുഡൻസ്, BCA സ്റ്റുഡൻസ്. കൃത്യമായിട്ടൊരു ട്രീ സ്ട്രക്ചർ കീപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ട്രീ സ്ട്രക്ചർ കീപ്പ് ചെയ്ത് ഇറ്റ് എംപ്ലോയ്സ് എ ട്രീ സ്ട്രക്ചർ ടു റെപ്രസെന്റ് റിലേഷൻഷിപ്പ് എമംഗ് ഓൾ ദ ഡാറ്റ എലിമെന്റ്സ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് DBMS, hierarchical database model. So hereby I am concluding.